അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ കലാപം. അൻവർ UDF-ൽ വരണമെന്ന് കെ സുധാകരൻ. ഈ വിഷയത്തിൽ സതീശൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടെന്നും സുധാകരൻ. നിലമ്പൂർ സ്ഥാനാർത്ഥി വിഷയത്തിൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിന് പിന്തുണയുമായി മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി. അൻവർ UDF-ൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നും കെ സുധാകരൻ പറഞ്ഞു. അൻവർ വിഷയത്തിൽ VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടെന്നും ചർച്ചകൾ തുടരുന്നുവെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. കാലങ്ങളായി തനിക്ക് അൻവറുമായി വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പം വെച്ച് താൻ ഒന്നുകൂടി അദ്ദേഹത്തെ നേർവഴിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. UDF-നെതിരായ അൻവറിന്റെ വിമർശനങ്ങൾക്കും കോൺഗ്രസ് നേതാക്കളുടെ മറുപടിക്കും പിന്നാലെയാണ് സുധാകരന്റെ പിന്തുണ എന്നത് കോൺഗ്രസിൽ അൻവറിന്റെ കാര്യത്തിൽ ഭിന്നതയുണ്ടായിട്ടുണ്ടോ എന്ന ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ അൻവർ തയ്യാറാകണമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഷൗക്കത്തിനെതിരായ പരാമർശങ്ങൾ ശരിയായില്ല. അൻവർ സ്വയം തിരുത്തണം. നിലമ്പൂരിൽ അൻവർ നിർണായക ശക്തിയാണെന്നാണ് തന്റെ വിശ്വാസം. UDF-ൽ ചേരാൻ അൻവറിനോട് ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടില്ല. അൻവർ സ്വയം വന്നതാണ്. അൻവറിന്റെ കയ്യിലുള്ള വോട്ട് കിട്ടിയില്ലെങ്കിൽ UDF-ന് തിരിച്ചടിയാകും. വലിയ തിരിച്ചടിയോ ചെറുതോ എന്ന് പറയാനാകില്ല. അൻവറിന് കിട്ടുന്ന വോട്ട് കിട്ടിയാൽ UDF-ന് അത് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. അൻവറിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്താണെന്നറിയണമെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു. അൻവറും സതീശനും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തിപരമായ അകൽച്ചയൊന്നും മുന്നണി സംവിധാനത്തിൽ ഞങ്ങളാരും പരിഗണിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു സുധാകരൻ നൽകിയ മറുപടി. അൻവറിനോട് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അൻവറിന്റെ UDF പ്രവേശനം മരവിപ്പിച്ചിട്ടില്ലെന്നും താൻ അതിനായി ഇനിയും സംസാരിക്കുമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും അൻവർ മൂലം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപം ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം.